സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് ചാത്തട്ടിങ്ങൽ ആലങ്കോട് ചാത്തമ്പാറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഒരു വികലാംഗനായ നിസാർ എന്ന വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് നിസാറിന്റെ ദയനീയ അവസ്ഥയെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. നിസാറിന്റെ ശരിക്കുള്ള വീട് ഇവിടെയാണോ? നെലകാമുക്കില് ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെയാണ്. എന്റെ ഓർമ്മ വെച്ചതിന് ശേഷം ഉമ്മായും കിടപ്പിലാണ്. അവരെ മലവും മൂത്രവും എല്ലാം ഞാനാണ് ഇന്ന് ഇഴഞ്ഞു എടുത്തുകൊണ്ട് കളയുന്നത്. എനിക്ക് ഉമ്മ ഇല്ല, അപ്പ ഇല്ല, സംരക്ഷിക്കാനാരുമില്ല, വീടില്ല, കിടക്കാടമില്ല. എനിക്കൊരു കിടക്കാടം വേണം, എനിക്കൊരു വീട് വേണം, എനിക്കൊരു കുടുംബം വേണം, എനിക്കൊരു സ്ഥാപനം വേണം, എനിക്കൊരു കട വേണം. അതിന് എനിക്ക് എല്ലാവരും കൂടി സഹായിക്കണം. ഞാൻ വാടക കൊടുത്താണ് കഴിയുന്നത്. എനിക്ക് വാടക കൊടുക്കാൻ കഴിവില്ല. പല സഹായത്തോടു കൂടിയാണ് ഞാൻ വാടക കൊടുക്കുന്നത്. മാസം 4000 രൂപയാണ്. അത് കൊടുക്കാൻ പോലും എനിക്ക് നിവൃത്തിയില്ല. പലരെ സഹായത്തോടു കൂടിയാണ് പലരെ സഹായിച്ചാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. എനിക്ക് നിങ്ങളിൽ കഴിയുന്ന സഹായം ചെയ്ത് സഹായിക്കണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. ഇപ്പൊ നിസാമിന്റെ ആവശ്യം എന്താണ്? വീടില്ലാത്തതാണോ? എനിക്കൊരു വീട് വേണം, വാടക കൊടുക്കാതെ കഴിയണം, സ്ഥലം വേണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിസാം ചെയ്തിട്ടുണ്ടോ? സർക്കാരിൽ നിന്ന് പലയിടത്തും ഞാൻ അപേക്ഷ കൊടുത്തിട്ട് എനിക്കൊരു മറുപടിയും തന്നിട്ടില്ല. എനിക്ക് എന്നെ ഉൾപ്പെടെ 3 സഹോദരന്മാരാണ്. അവർ രണ്ടുപേരും പ്രായമായവരാണ്. അവരെ കൊണ്ട് ഒന്നിനും ഒരു കഴിവുമില്ല, നോക്കാനുള്ള കഴിവില്ല. ഈ ലോഡ്ജിൽ വന്നിട്ട് എത്ര വർഷമായി? ഞാനിപ്പോ 4 കൊല്ലമായി. 4 കൊല്ലം കൊണ്ട് ഇവിടെ കഴിയാണ്. ആദ്യം 6000 രൂപയായിരുന്നു. എന്റെ രീതിയും പോക്കും എന്റെ പാവത്വവും കണ്ട് 2000 രൂപ അവർ കുറവാക്കി തന്നതാണ്. ഇപ്പോ 4000 രൂപയാണ്. അത് എനിക്ക് ഇപ്പൊ കൊടുക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ ആയിരിക്കുകയാണ്. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാണ് എന്റെ ജീവിതം നടക്കുന്നത്. പലര് തന്നുള്ള സഹായത്തോടു കൂടിയാണ് ഞാൻ കഴിയുന്നത്. അതിൽ കിട്ടുന്ന ഒരു ഓഹരി ഞാൻ എടുത്തു മാറ്റിയിട്ടാണ് വാടക കൊടുക്കുന്നത്. അതിന് പോലും എനിക്ക് മഴയായതിനു ശേഷം ഇറങ്ങി പോകാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഉപജീവനമാർഗം എന്താണ്? ആരെങ്കിലുമൊക്കെ തന്നുള്ള ജീവിതമാണ്. അതിന് പോലും ഇപ്പോൾ എനിക്ക് കഴിവില്ല. പിന്നെ പെൻഷൻ കിട്ടുമായിരുന്നു. ആ പെൻഷൻ ഇപ്പോൾ 6 മാസം കൊണ്ട് മുടങ്ങിക്കിടക്കുന്നു. അതുപോലും ഇപ്പൊ കിട്ടുന്നില്ല. അതെങ്കിലും കിട്ടിയെങ്കിൽ എനിക്കൊരു ഉപയോഗമായിരുന്നു. ഇപ്പൊ ഈ ഒരാളിന്റെ ഹെൽപ്പിന് സഹായം ഇല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് എന്നെ കൊണ്ട് പ്രാധാന്യ കാര്യങ്ങളെല്ലാം നടത്താൻ എന്നെ കൊണ്ട് എല്ലാം തന്നെ കഴിയും. അലക്കാൻ മാത്രം കഴിയില്ല. അത് ആരെങ്കിലും കൊണ്ട് ഞാൻ അലക്കിക്കും, പൈസ കൊടുത്ത്. അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നത്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം? ജനിച്ചപ്പോഴേ ഇങ്ങനെയാണോ? അതെ, ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ്. കുറെ നാള് അനാഥ മന്ദിരത്തിലൊക്കെ പോയി കിടന്നു. അനാഥ മന്ദിരത്തിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങിയതാണ്. എനിക്ക് ഒരു ജീവിതം വേണം, ഒരു കുടുംബം വേണം,
ഒരു വീട് വേണം എന്നൊക്കെ കരുതി ഞാൻ അനാഥ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ പെൻഷന് വേണ്ടി നിങ്ങളുടെ കൗൺസിലറോ പഞ്ചായത്ത് മെമ്പേഴ്സോ അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ എന്തെങ്കിലും മുന്നിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അങ്ങനെ ഇതൊക്കെ ചോദിച്ചിട്ടും ഇല്ല, എന്താ കിട്ടാത്ത എന്തൊന്ന്. ജന്മന വികലാംഗനായ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ ഇഴഞ്ഞു സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന നിസാറിന്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത്. ഇപ്പോൾ നിസാറിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു വീടാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്നവരും എല്ലാവരും നിസാറിന് വീടിന് മുന്നോട്ട് 1 രൂപയാണെങ്കിൽ പോലും നിസാറിന് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് നിസാറിനെ സംരക്ഷിക്കണം എന്നാണ് ഐ മീഡിയയ്ക്കൊപ്പം ഷീജ